ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോ സോഷ്യലിൽ നമുക്ക് ഓരോ ചാപ്റ്ററിനും എത്ര വെയിറ്റേജ് ആണ് നൽകിയിരിക്കുന്നതെന്ന് നോക്കാം. വെയിറ്റേജിനനുസരിച്ച് നിങ്ങൾ ഓരോ പാഠത്തിനും മുൻതൂക്കം നൽകി പഠിക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ പാഠം റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 6 മാർക്കിൻ്റെ ഒരു ചോദ്യമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം നമ്മൾ ഏതൊരു കോൺസെപ്റ്റ് പഠിക്കുകയാണെങ്കിലും അത് 6 മാർക്കിന് എഴുതാൻ രീതിക്ക് നിങ്ങൾ പഠിക്കുക. രണ്ടാമത്തെ പാഠം വേൾഡ് ഇൻ ദ 20th സെഞ്ച്വറി എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും 6 മാർക്കിൻ്റെ ഒരു ചോദ്യം തന്നെ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ പഠിക്കുക. മൂന്നാമത്തെ ചാപ്റ്റർ വന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതിൽ നിന്ന് 4 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 3 മാർക്കിൻ്റെ 2 ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. കൾച്ചർ ആൻഡ് നാഷണലിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 4 മാർക്കിൻ്റെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ സ്ട്രഗിൾസ് ആൻഡ് ഫ്രീഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 1 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ഓരോ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന പാഠഭാഗത്തിൽ നിന്നും 1 മാർക്കിൻ്റെ ഒരു ചോദ്യവും 3 മാർക്കിൻ്റെ 2 ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. കേരള ടുവേർഡ്സ് മോഡേണിറ്റി എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നും 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് പ്രതീക്ഷിക്കാവുന്നത്. ദ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 4 മാർക്കിൻ്റെ 2 ചോദ്യങ്ങൾ വരെ ചോദിക്കുന്നു. സിവിക് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നും 1 മാർക്കിൻ്റെ ഒരു ചോദ്യവും 3 മാർക്കിൻ്റെ 2 ചോദ്യവുമാണ് ചോദിക്കുന്നത്. സോഷ്യോളജി വാട്ട് വൈ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 3 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് വരുന്നത്. ഈ രീതിക്ക് ഏത് പാഠത്തിനാണ് മുൻതൂക്കം നൽകേണ്ടത് എന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു വ്യക്തത വന്നിട്ടുണ്ടായിരിക്കും. 6 മാർക്കിന് ചോദിക്കുന്ന ആദ്യത്തെ 2 പാഠങ്ങളിൽ നിന്നും ആ രീതിക്ക് പഠിക്കുക. 4 മാർക്കിന് 2 ചോദ്യങ്ങളൊക്കെ വരുന്ന ചാപ്റ്ററിന് ആ രീതിക്ക് മുൻതൂക്കം നൽകി പഠിക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.